ഹായ് ഓൾ, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു വെളിച്ചെണ്ണ കുപ്പി എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അധികം അത് ഇങ്ങനെ വെളിച്ചെണ്ണ മെഴുക്കൊക്കെ പുറത്താകുമ്പോൾ നമ്മളത് കഴുകാറാണ് പതിവ്. ഇനി മുതൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് മുകളിലിട്ടൊന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ നല്ല ക്ലീനായ കുപ്പി നമുക്ക് ഒട്ടും തന്നെ മെഴുക്കില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെയധികം യൂസ്ഫുള്ളായൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കവർ ഇങ്ങനെ വെക്കാറില്ലേ, ഇനി ഇതുപോലെ നമ്മൾ കവർ ഇനി വെക്കരുത് കേട്ടോ. ഇത് കമഴ്ത്തിയിട്ട് വേണം നമ്മൾ കവർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഈ കവർ നന്നായി തന്നെ ഒന്ന് കവർ ചെയ്യുകയും ചെയ്യും, നമുക്ക് നന്നായി തന്നെ വേസ്റ്റ് ഇടുകയും ചെയ്യാം. പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ കവർ പുറത്തേക്ക് എടുക്കുകയും ചെയ്യാം. ഒട്ടും തന്നെ സൈഡിലൊന്നും വേസ്റ്റ് ആവാതെ ഇരിക്കും കേട്ടോ. ഇനി ഈ ഐഡിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തതായി ഞാനിവിടെ ഇതാ ഒരു പപ്പട കോലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇതുപോലെ വേസ്റ്റായ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മൂടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി പപ്പടക്കോലൊന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. ഇത് നമുക്ക് പാത്രം കഴുകുന്ന സിങ്ക് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ ഹോളൊക്കെ ഉള്ളിടത്ത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ ഇതിൽ വന്ന് അടയുകയും ഒട്ടും തന്നെ പുറത്തേക്ക് വേസ്റ്റ് പോവില്ല കേട്ടോ. പിന്നെ ഈ ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി അടുത്തതായി നമ്മുടെ മുടിയിലെ താരനൊക്കെ പോകാൻ പറ്റിയ ഒരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ. കുറച്ച് ഇവിടെ ഞാൻ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ കുറച്ച് മുട്ടയുടെ വെള്ളയും കുറച്ച് മാത്രം ഷാമ്പൂ കൂടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി കുളിക്കാൻ പോകുമ്പോൾ നമുക്കിത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഒന്ന് കഴുകിക്കളയാം കേട്ടോ. താരനൊക്കെ നന്നായി തന്നെ മാറുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഇതുപോലത്തെ വെളുത്തുള്ളിയൊക്കെ നമുക്ക് തോല് കളയാൻ പെട്ടെന്ന് കൈകൊണ്ട് തോല് കളയാൻ പെട്ടെന്ന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ നമുക്ക് അല്ലികളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ കത്തിയൊന്നും ഇല്ലാതെ നമുക്ക് കൈ വെച്ച് തന്നെ ഇതിൻ്റെ തൊലി കളയാം കേട്ടോ. ചിലവർക്ക് വെളുത്തുള്ളി തൊലി പൊളിക്കുമ്പോൾ കയ്യിലെ നഖത്തിൻ്റെ ഭാഗം വേദന എടുക്കാറുണ്ട്. അപ്പോൾ അവർ ഇതുപോലെ എന്തായാലും വെള്ളത്തിൽ ഇത് വെച്ച് തൊലി ഉരിക്കുകയാണെങ്കിൽ കൈക്ക് ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല കേട്ടോ. ഇനി അടുത്തതായി നമ്മുടെ വീട്ടിൽ ഇതുപോലെ നഖം വെട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ മൂർച്ച പോകുമ്പോൾ നമുക്ക് ഇതുപോലെ ഒഴിഞ്ഞ ഗുളികയുടെ കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല സിമ്പിളായി തന്നെ നമുക്കിത് മൂർച്ച കൂട്ടാം കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ തക്കാളിയൊക്കെ ഈ ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. പെട്ടെന്ന് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നും അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി തന്നെ ഇതുപോലെ തക്കാളിയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി തന്നെ നീരും കിട്ടുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ വീട്ടിൽ പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് നമ്മൾ ഈ സ്ലാബിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ പീസ് തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാത്രം കഴുകുമ്പോൾ ഒട്ടും തന്നെ വെള്ളം നമ്മുടെ ഡ്രസ്സുമേലേക്ക് തെറിക്കില്ല കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ എത്ര തന്നെ പാത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് കൈ വെച്ച് കഴുകാതെ തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഇതുപോലെ സ്പൂണ് അതുപോലെ തന്നെ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് കഴുകണമെങ്കിൽ ഇതുപോലെ ഒരു ഐഡിയ ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു വലിയൊരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് ഡിഷ് വാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ നമുക്ക് സൊർക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളുണ്ടല്ലോ ഒക്കെ ഒന്ന് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ പാത്രം പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ മെഴുക്കുള്ള പാത്രങ്ങളായിരുന്നു, അപ്പോൾ ഇതിലിട്ടപ്പോൾ മെഴുക്കൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഈ ചോറൊക്കെ നമ്മൾ വിളമ്പണ തവിയാണ് കേട്ടോ ഇതുങ്ങളൊക്കെ നല്ലോണം ചോറൊക്കെ പറ്റി പിടിച്ച് അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വളരെയധികം ഒരു ഉപകാരമാകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇനി കുറേ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ ഡബ്ബകളിലൊക്കെ ഓരോന്ന് ഇട്ട് വെക്കാറില്ലേ, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതുപോലൊക്കെ ഒരു സ്പൂണൊക്കെ വെക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്പൂണൊന്ന് കമഴ്ത്തി ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തു നോക്കൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മൂടി അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചിലവ് കുറഞ്ഞ നല്ല സ്കിൻ ബ്രൈറ്റനിങ് സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുത്താലോ.
50 രൂപ മുതൽ മുടക്കിൽ നമുക്ക് ഈ 5 സോപ്പും നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു സോപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഖവും ശരീരമൊക്കെ നന്നായി തന്നെ വെളുക്കാൻ തന്നെ ഈ പച്ചരി ഉപയോഗപ്പെടും കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചെറുപയറാണ് കേട്ടോ. ചെറുപയറിൻ്റെ ഉപയോഗങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊരു 4 മണിക്കൂർ നേരം ഇതൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഇവിടെ ഇതാ 4 മണിക്കൂറിന് ശേഷം ഇത് നന്നായി തന്നെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ വെള്ളം ഫുള്ളായി തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. കുറച്ച് വെള്ളം നമുക്കിത് അറിയാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റും കൂടി ഇതുപോലെ അരിഞ്ഞു ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു കളറൊക്കെ വരാൻ ക്യാരറ്റ് നന്നായി സഹായിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ആര്യവേപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മുഖത്ത് കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ, വസൂരി വന്ന കുഴിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോവാനായിട്ട് ഈ ആര്യവേപ്പ് സഹായിക്കും കേട്ടോ. ഇനി നേരത്തെ നമ്മൾ ഈ അരിയൊക്കെ കുതിർത്ത് വെച്ചിരുന്ന വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊരു അരിപ്പയിലിട്ട് നന്നായി തന്നെ ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഞാനിവിടെ നന്നായി തന്നെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി അരിച്ച് ബാക്കി വന്ന കൊറ്റൻ ഇത് കളയണ്ട കേട്ടോ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഞാൻ സോപ്പിൻ്റെ ബേസല്ല കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ ഈ പിയേഴ്സ് സോപ്പിലാണ് കൂടുതലും ഗ്ലിസറിൻ ഉള്ളത്. 98% പ്യുവർ ഗ്ലിസറിനാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാ സോപ്പുകളും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഇതുപോലെ ഗ്ലിസറിനുള്ള സോപ്പ് മാത്രമേ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇവിടെ ഇതാ ഞാനൊരു സോപ്പ് എടുത്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് നന്നായി തന്നെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മറ്റൊരു പാത്രം അതിലിറക്കി വെച്ച് അതിലേക്ക് നമ്മുടെ ഈ സോപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇതാ നന്നായി തന്നെ ഇതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതാ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മിക്സ് മുഴുവനായി തന്നെ ഒഴിച്ചു കൊടുക്കാം. ആ ചൂടിൽ തന്നെ വെച്ച് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇവിടെ ഇതാ എല്ലാതും തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സൂളൊന്ന് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെയധികം ഹെൽത്തി ആയ സോപ്പാണ് കേട്ടോ ഇത്. നമ്മൾ ആയുർവേദ കടയിൽ നിന്നൊക്കെ സോപ്പൊക്കെ മേടിക്കുമ്പോൾ നല്ല വില കൊടുത്ത് നമ്മൾ സോപ്പൊക്കെ മേടിക്കേണ്ടി വരും. ഇതുപോലെ ഒരു പിയേഴ്സ് സോപ്പും ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സോപ്പ് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി ഇവിടെ ഇതാ ഞാൻ ഒരു ഇങ്ങനത്തെ കടലാസ് കൊണ്ടുള്ള ഒരു കപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ചോറും പാത്രത്തിൽ കൂട്ടാനൊക്കെ കൊടുത്താക്കില്ലേ, അങ്ങനെ കൂട്ടാനൊക്കെ കൊടുത്താക്കുന്ന പാത്രം ആയാലും കുഴപ്പമില്ല. ഇനി ഈ പാത്രത്തിൽ കുറച്ചൊന്ന് എണ്ണ തടവിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു 8 മണിക്കൂർ നേരം ഇങ്ങനെ വെക്കണം കേട്ടോ. ഇനി ഇവിടെ ഇതാ നമ്മൾ നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരുന്ന ഇതിൻ്റെ കൊറ്റനുണ്ടല്ലോ, അതിലേക്ക് കുറച്ച് തേനും കൂടിയും ചേർത്ത് നമ്മുടെ മുഖത്തൊക്കെ അല്ലെങ്കിൽ ഇതുപോലെ കയ്യിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് വാഷ് ചെയ്യുമ്പോൾ നല്ല സ്കിന്നൊക്കെ നല്ലൊരു ക്ലിയർ ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഇതാ ഒരു 8 മണിക്കൂറിന് ശേഷം നമ്മുടെ സോപ്പൊക്കെ നന്നായി തന്നെ ഒന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കൊക്കെ മുഖവും ശരീരവും ഒക്കെ തേച്ച് കുളിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സോപ്പാണ് കേട്ടോ. 50 രൂപയിലാണ് നമ്മളിപ്പോൾ ഇത്രയും 5 സോപ്പ് നമ്മൾ ചെയ്തെടുത്തത്. പിന്നെ വേറൊരു പ്രത്യേക കാര്യമുണ്ട്, നമ്മൾ ഇങ്ങനെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ അധികം വെള്ളമൊന്നും കൂടിപ്പോവരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ഇതുപോലെ സെറ്റായിട്ട് കിട്ടില്ല. നമ്മൾ എന്താണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ നീര് മാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ഒരു റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 3-4 ദിവസം പുറത്ത് വെച്ചതിന് ശേഷമേ നമ്മളിത് ഉപയോഗിക്കാൻ പാടുകയുള്ളൂ. ഇപ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സോപ്പ് അലിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് 4 ദിവസമെങ്കിലും ഇതൊന്നിങ്ങനെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി ഇതുകൊണ്ട് നമ്മൾ മുഖവും ശരീരമൊക്കെ കഴുകുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഒരു കളർ നമുക്ക് കിട്ടും. ഒരു ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് വൈറ്റ് ആവാൻ വേണ്ടി തുടങ്ങും. അതുപോലെ നമ്മുടെ കറുത്ത പാടുകളും ഒക്കെ നന്നായി തന്നെ പോകും കേട്ടോ. പിന്നെ ഇതാ ഞാനൊരു സോപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകി കാണിച്ചു തരുന്നുണ്ട്. നന്നായി തന്നെ പതയും ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ ഒന്ന് നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റാവുന്ന ഒന്നാണ്. ഒരു പിയേഴ്സ് സോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.